ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമുക്ക് ട്രിപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ പെരീന്ന് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഓട്ടോറിക്ഷ എടുത്ത് നേരെ പോണത് എടുക്കാന്നല്ലേ, നമ്മളെ ധാരാവിക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഫില്ല് ചെയ്യാൻ മറന്നു. അപ്പോൾ നമ്മൾ പോർണ വഴിക്കില്ലേ പെട്രോൾ പമ്പിൽ കയറി അത് ഫില്ല് ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 5 മണിയായപ്പോൾ ധാരാവിലെത്തി. കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് നമ്മൾ ധാരാവിൽ വന്നിട്ടും നമ്മൾ ചെറുക്കനെ കണ്ടിട്ടോ. അങ്ങനെ നമ്മൾ ചെറുക്കനെന്ന് സ്നേഹത്തിൻ്റെ തലോട്ടിലൊക്കെ കൊടുത്ത് നമ്മൾ ചെറുക്കനെ എടുത്ത് നേരെ പെരിന്തൽമണ്ണക്ക്. അവിടെ നിന്നാണ് നമ്മൾക്ക് കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ പെരിന്തൽമണ്ണ നമ്മളൊരു 5:15 എത്തിട്ടോ. കസ്റ്റമേഴ്സ് 5:30 പറഞ്ഞിരുന്നു, നമ്മളെ പഞ്ച്വാലിറ്റി അതുകൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ് നേരത്തെ വന്നിക്കണം. അങ്ങനെ തൊട്ടപ്പുറത്തുള്ളൊരു ചായ കട കയറിയിട്ട് നമ്മൾ ഹോർലിക്സും കുടിച്ചു. അങ്ങനെ ഒരു 5:45 നമ്മളെ കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 8:30 മണിയായപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ചൂട് പൊറാട്ടയും ചിക്കൻ കറി കേട്ടോ നമ്മൾ കഴിച്ചത്. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ലൊക്കേഷനിലെത്തി. ഈ ലൊക്കേഷൻ വരുന്നത് സുൽത്താൻ ബത്തേരിയിലെ ഈ ചർച്ചിൻ്റെ ഹോളിൽ വെച്ചിട്ടാണ് ഇവർക്ക് പ്രോഗ്രാം. ഇവർ ടീച്ചിങ്ങിന് പഠിക്കുന്ന സ്റ്റുഡൻസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ എന്തോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വണ്ടി മാത്രമല്ല, മറ്റ് 2-3 ട്രാവലറും അതേപോലെ ഒരു മിനി ബസ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ട്. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിലായതുകൊണ്ടും ഫുള്ള് ഇൻ്റർലോക്ക് ആയതുകൊണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ കുറച്ച് മരങ്ങളുള്ളത്. അവിടെ നമ്മളെ വണ്ടികളൊക്കെ തണൽ നോക്കി സൈഡാക്കി കൊണ്ടുപോകും. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ 2 ചങ്ങായിമാരാണ്. ഒരാൾ കോഴിക്കോടുകാരനും ഒരാൾ വേങ്ങരക്കാരനാട്ടോ. അങ്ങനെ നമുക്കുള്ള ഉച്ചഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു. നല്ല ചോറും പായസവും കറിയും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടെ തൊട്ടടുത്തുള്ള ഈ ജുമാ മസ്ജിദിലേക്ക് വന്നിട്ടോ, നമുക്ക് ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കസ്റ്റമേഴ്സ് വന്ന് ഓലി എടുത്ത് നമ്മൾ നേരെ പോർണേക്ക്. കസ്റ്റമേഴ്സ് പറഞ്ഞു വൈത്തിരി ഫാമിൽ കയറണമെന്ന്. എന്നാൽ ആയിക്കോട്ടെ നമ്മളും അങ്ങനെ ഓല അവിടെ കയറ്റി. ആ ഗ്യാപ്പിൽ നമ്മൾ പോയിട്ടൊരു ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചുരം ഇറങ്ങുന്ന വഴിക്ക് ഓല് പറഞ്ഞു വയനാട് വ്യൂ പോയിന്റിൽ നിർത്തണമെന്ന്. അങ്ങനെ അവിടെയും നമ്മൾ കസ്റ്റമേഴ്സിന് നിർത്തി കൊടുത്തിട്ടോ. അങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് ഡിന്നർ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അഗസ്ത്യാമേളിൽ ഈ നെഹദി കുഴിമന്തിയിലാട്ടെ നമ്മൾ നിർത്തി കൊടുത്ത്. കാര്യം പറയാലോ, ഒരു മെച്ചമില്ലാത്ത മന്തിയായിരുന്നു ഇവിടുത്തെ മന്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ ലൊക്കേഷനിലെത്തി ഡ്രോപ്പ് ചെയ്തിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ചെറുക്കനെ നിർത്തി ധാരാവിക്ക്. അങ്ങനെ നമ്മളെ ചെറുക്കനെ കഴുകി കുട്ടപ്പനാക്കി നിർത്തി നമ്മളവിടുന്ന് നമ്മളെ പടക്കുതിരി എടുത്ത് നേരെ തിരിച്ച് പെരയ്ക്ക്. അപ്പോൾ ഓക്കെ മക്കളെ, ബാക്കി പിന്നെ കാണാം.